നേരത്തെ നമ്മുടെ നാട് നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നല്ലോ മാലിന്യ നിർമ്മാർജ്ജനം. വേസ്റ്റ് കുമ്പാരങ്ങൾ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട കാഴ്ചകളായിരുന്നല്ലോ, പതിവ് കാഴ്ചകളായിരുന്നല്ലോ. എന്നാൽ ഇന്ന് അതൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മാലിന്യ കുമ്പാരമായിരുന്ന ഒരിടം മനോഹരമായ ഒരു കളിക്കളമായി മാറിയ ഇടത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടുന്നത്. വേറൊരു സ്ഥലവുമല്ല, എറണാകുളത്തെ ഏലൂരിലെ ഒരു ഫുട്ബോൾ ടർഫിലേക്ക്. മാലിന്യം തള്ളിയിരുന്ന പ്രദേശത്ത് ഇന്ന് ആധുനിക രീതിയിലുള്ള കളിസ്ഥലം നിർമ്മിച്ചാണ് ഇടതു ഭരണസമിതിയുള്ള നഗരസഭ നാടിന് മാതൃകയായിരിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നാട്ടുകാരും കായിക പ്രേമികളും ഈ ടർഫിനെ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അർച്ചനയാണ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നോക്കാം ആ മനോഹരമായ മാറ്റത്തിന്റെ കാഴ്ച എന്താണെന്ന്. അർച്ചന, ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് തന്നെ നമുക്ക് പോകാം. ഒരു സമയത്ത് മാലിന്യം കൂട്ടിയിട്ടിരുന്ന ഇടമായിരുന്നു ഏലൂരിൽ അർച്ചന നിൽക്കുന്ന ഈ ടർഫ് എന്ന് പറയുന്നത്. ഇന്ന് മനോഹരമായൊരു കളിക്കളം. നാട് മാറുന്നു, കാഴ്ചപ്പാടുകൾ മാറുന്നു. മനോഹരമായൊരു ഉദാഹരണം. തീർച്ചയായും മനോ, മാറുന്ന കേരളത്തിൻ്റെ ഒരു മുഖമുദ്രയായി തന്നെയാണ് തല ഉയർത്തി നിൽക്കുന്നത് ഈ ഫുട്ബോൾ ടർഫ്. നമുക്ക് ഈ കാഴ്ച എത്ര മനോഹരമാണ് ഈ കാഴ്ച എന്ന് നമുക്ക് പറഞ്ഞറിയിക്കണം. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലമാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു ടർഫായി മാറിയിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഈ പ്രദേശം മൊത്തം പച്ചപ്പായിരിക്കുന്നു. ആളുകൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടായൊരു സ്ഥലമായിരുന്നു. അത്തരത്തിലുള്ള ആണ് ഇവിടെ പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നത്, മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്, ദുർഗന്ധം വമിക്കുന്ന സ്ഥലം. അവിടെയാണ് ഈ മാറ്റം വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നമുക്ക് ഈ ടർഫ് കാണാം, ഇവിടെ കുട്ടികളെ കാണാം, വരുന്ന തലമുറയിലെ കായിക താരങ്ങളെ കാണാം. അവർക്കെല്ലാം തന്നെ ഒരു സ്വപ്നങ്ങൾക്കുള്ള ചിറകേകുന്ന ഒരു സ്ഥലമായി ഇപ്പോൾ ഈ ഫുട്ബോൾ ടർഫ് മാറിയിരിക്കുകയാണ്. ഇതിനെല്ലാം നേതൃത്വം നൽകിയത് LDF ഭരിക്കുന്ന ഏലൂർ നഗരസഭയാണെന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നമുക്കറിയാം അത്രമാത്രം പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം തന്നെ ഈ മാലിന്യം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. എന്നാൽ LDF വന്നതോടുകൂടി ഇതിൻ്റെ മുഖച്ഛായ ആകെ മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു മാലിന്യം കൂമ്പാരമായിരുന്ന സ്ഥലം ഇന്നത് ഏറ്റവും മനോഹരമായ ഒരു നാടിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ ഇവിടെ കഴിയുന്നത്. കാരണം ഒരുപാട് കുട്ടികൾ രാവിലെ മുതൽ ഇവിടെ വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രാത്രിയും ഇത്തരത്തിൽ ആളുകൾ സജീവമായിട്ടുണ്ട്. അങ്ങനെ നാട് മുഴുവൻ ഈ ടർഫ്, ഫുട്ബോൾ ടർഫ് നെഞ്ചേറ്റിയ കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മൊത്തം പച്ചപ്പ് തിരിച്ച ഒരു മൈതാനിൻ്റെ നടുവിൽ ഇത്തരത്തിലൊരു ഫുട്ബോൾ ടർഫ്, അതാണ് ഇവിടെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയായി തലയെടുപ്പോടെ നിൽക്കുന്നത്. ഏലൂർ നഗരസഭയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്, AD സുജിൽ. അദ്ദേഹമാണ് നിരവധി പോരാട്ടങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ്. അതിനുശേഷം അദ്ദേഹം ചെയർമാനായ സമയത്താണ് ഇത്തരത്തിലൊരു വലിയ മാറ്റം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ മാറ്റത്തെ കാണുന്നത്? ഇതൊരു ചരിത്രമായിട്ടുള്ളൊരു മാറ്റമാണ്. കാരണം വെച്ചാൽ ഇവിടെ ഏലൂരിലെ മുഴുവൻ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായിരുന്നത്. അപ്പോൾ ഇത് അടിസ്ഥാന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവർക്ക് സംബന്ധിച്ചോളം മണവും അതുപോലെ ഈച്ചയൊക്കെ ആയി വലിയ പ്രശ്നമുണ്ടായി. ആ സന്ദർഭത്തിൽ ഇവിടുത്തെ നിവാസികളുടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും അന്ന് ഞാൻ DYFIയുടെ ഭാരവാഹിയായിരുന്നു. ആ ഘട്ടത്തിൽ ഞാനും ഇന്നത്തെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരത്തിന് അവരോടൊപ്പം ചേർന്നുകൊണ്ട് നേതൃത്വം നൽകുകയും അങ്ങനെ അവസാനം നിരവധിയായിട്ടുള്ള കേസുകൾ ഇവിടുത്തെ നിവാസികളും എൻ്റെ പേരിലുമൊക്കെ നിരവധി കേസുകളുണ്ടായി. അതിനുശേഷം 2015 ഇതേ വാർഡിൽ നിന്ന് തന്നെ ഞാൻ ജയിച്ചു. നഗരസഭാ കൗൺസിലറായി, വൈസ് ചെയർമാനായി. ആ ഘട്ടത്തിൽ വന്ന ഭരണസമിതി, അത് LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ഭരണസമിതി ഇവിടുത്തെ വേസ്റ്റ് ഡംപിങ് അവസാനിപ്പിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ മാലിന്യ സംസ്കരണം, വേസ്റ്റ് ഡംപിങ് അവസാനിപ്പിച്ചാലും നമ്മുടെ പ്രദേശത്തെ മാലിന്യം സംസ്കരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ ശാസ്ത്രീയപരമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രൂപവൽക്കരിച്ചു. അങ്ങനെ ഒരു 9 വർഷം പിന്നിടുമ്പോൾ, 9 വർഷം പിന്നിടുമ്പോൾ കേരളത്തിലെ മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു നഗരസഭയായി ഈ നഗരസഭയ്ക്ക് മാറാൻ കഴിഞ്ഞു. നിരവധിയായിട്ടുള്ള അവാർഡുകൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന അവാർഡുകൾ നമുക്ക് ലഭിച്ചു. അതിന് 2015-2020 ഭരണസമിതിയുടെ കാലഘട്ടത്തിന് ശേഷം 2020 വീണ്ടും LDF ഭരണസമിതി തന്നെ അധികാരത്തിൽ വന്നു. ആ ഭരണസമിതിയിൽ ചെയർമാനായുള്ള അവസരം എനിക്ക് കിട്ടി. അതിനുശേഷം 2021 നമ്മുടെ കളമശ്ശേരിയിൽ നിന്ന് MLA ആയി P രാജീവ്, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വിജയിക്കും. മന്ത്രിക്ക് ശുചിത്വത്തിനൊപ്പം വന്ന ഒരു പരിപാടിയുണ്ട്. അത് മാലിന്യം സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ ഭാഗമായിട്ട് മണ്ഡലത്തിൽ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം നല്ല നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവയെല്ലാം മനോഹരമാക്കുന്നതിനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തു. അങ്ങനെ മന്ത്രി രാജീവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്ത് നമുക്ക് ഒരു ടർഫ് കോർട്ട് കൊണ്ടുവരാം. അപ്പോൾ തീർച്ചയായും നമ്മളന്ന്
സമരം നടത്തുമ്പോഴും അതിനുശേഷം ഈ ടർഫ് കോർട്ട് നിർത്തുമ്പോഴും നമ്മൾ പറഞ്ഞത് ഇത് പൂട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഇവിടെ നമ്മുടെ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം നമ്മൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കളിക്കളം കൊണ്ടുവരുമെന്നാണ് നമ്മൾ അന്ന് പറഞ്ഞത്. അതേ രീതിയിൽ തന്നെയാണ് അംബേദ്കർ ഗ്രാമം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപയും നഗരസഭയുടെ 20 ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 60 ലക്ഷം രൂപയിൽ ഈ പ്രദേശത്ത് കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു ടർഫ് കോർട്ട് എന്ന നിലയിൽ നമ്മൾ കൊണ്ടുവന്നത്. ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ പിള്ളേർ നല്ല രീതിയിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് അനുബന്ധമായ സ്ഥലങ്ങളിലും നമ്മൾ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കുട്ടികളുടെ പാർക്ക് ഉൾപ്പെടെയുള്ളതെല്ലാം അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും. തീർച്ചയായും അതാണ് ആ വാക്ക് പാലിച്ചു എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നിതാ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക്, കായിക താരങ്ങൾക്ക്, വരുന്ന തലമുറയ്ക്കെല്ലാം തന്നെ ചിറകേകുന്ന, അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകുന്ന കാര്യത്തിൽ ഈ ഫുട്ബോൾ ടർഫ് മാറിയിരിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രാവിലെ തന്നെ ഇത്തരത്തിൽ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് നൽകാനുള്ളത്. കാരണം അത്രമാത്രം പോരാട്ടങ്ങളും അതിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ടർഫ് ഇവിടെ ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും മാലിന്യമുക്ത കേരളം അതിലെങ്ങനെ നമ്മൾ മാറുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഏരൂരിലെ ഈ ടർഫ്. കാരണം 10 വർഷത്തിന് ശേഷമുണ്ടായ മാറ്റം അത് നിസ്സാരമല്ല. അത്രമാത്രം ഭംഗിയുള്ളൊരു സ്ഥലമായി ഇതിനെ രൂപപ്പെടുത്താൻ നടന്ന വഴികളെല്ലാം തന്നെ വളരെ നിർണായകമാണ്. അത്തരത്തിൽ പി രാജീവിൻ്റെ നേതൃത്വത്തിൽ AD സുജിലെല്ലാം കൂടെ നിർണായക പങ്കുവഹിച്ചാണ് ഇങ്ങനെ ഒരു ടർഫ് ഇവിടെ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും ഏലൂർ നഗരസഭയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരുപാട് പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു മുഖമുദ്ര മാറുന്ന കേരളം അതെങ്ങനെയാണെന്നത് ഉദാഹരണമാണ് ഈ ഏലൂരിലെ ഈ ടർഫ്. മനു, ശരി അർച്ചന, ഇതാണ് മാറ്റം. ഇതാണ് നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മാലിന്യം കുമിഞ്ഞുകൂടി കിടന്ന് മനുഷ്യന് മൂക്ക് പൊത്താതെ നടന്നു പോകാൻ കഴിയാതിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ നോക്കൂ, എത്ര ഭംഗിയുള്ള ഒരു കളിക്കളമായി മാറിയിരിക്കുന്നു. മാറുന്ന കാഴ്ചപ്പാടുള്ള, നല്ല കാഴ്ചപ്പാടുള്ള ഭരണ സംവിധാനങ്ങൾ വന്നാൽ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ കാഴ്ചകളും. നമ്മളൊരു 10 വർഷമായി ഇങ്ങനെ ഈ മാറ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നും പറയുന്നത് പോലെ ഈ ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്ക് മാറ്റം എന്നത് തന്നെയാണ്. അത്രയധികം മാറ്റങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് അനുഭവിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. അതിനെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ മാറ്റമെന്നല്ലാതെ എന്ത് ഞാൻ പറയാൻ.